നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് കേരളം ഉണർന്നത് തന്നെ വളരെ അതിഭയാനകമായ ഞെട്ടുന്ന വാർത്തയുമായിട്ടാണ്. വയനാട് ഉരുൾപൊട്ടലിന്റെ വാർത്തകളാണ് ഇപ്പോൾ എല്ലായിടത്തും നിറയുന്നത്. ഇപ്പോഴും രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ ദുഷ്കരമാണ് രക്ഷാപ്രവർത്തനം എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കൃത്യമായി ഇപ്പോഴും മരണസംഖ്യ അറിയില്ല. ഏതായാലും 20-ന് മുകളിലാണ് മരണസംഖ്യ. ഇനിയും ഉയരാനുള്ള സാധ്യതയുണ്ടെന്നാണ് അവിടെ നേതൃത്വം നൽകുന്ന രക്ഷാപ്രവർത്തന സംഘങ്ങളെല്ലാം തന്നെ പറയുന്നത്. വയനാട് മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടിയ മേഖലകളിൽ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകാൻ 5-അംഗ മന്ത്രിതല സംഘത്തെ രൂപീകരിച്ചിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും വയനാട്ടിൽ ഉടൻ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. മുണ്ടക്കൈയിൽ ആർക്കും എത്താൻ കഴിഞ്ഞിട്ടില്ല. ഉപഗ്രഹ ചിത്രങ്ങളടക്കം ലഭ്യമാക്കിയാക്കും സൈന്യം രക്ഷാപ്രവർത്തനത്തിന് നടത്തുക. കാരണം ഉപഗ്രഹ ചിത്രങ്ങൾ ലഭ്യമായാൽ കൂടുതൽ സൗകര്യമായിരിക്കും ഏതൊക്കെ മേഖലകളിലാണ് ഈ ഒരു ദുരന്തം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായി രേഖപ്പെടുത്താനായിട്ട് ഇതിനെ സാധിക്കും. ഇതിനെല്ലാം മന്ത്രിമാർ ഏകോപനം ഒരുക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. മന്ത്രി എ.കെ. ശശീന്ദ്രനും മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രനും സംഭവ സ്ഥലത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് അറിയിച്ചു. സാധ്യമായ എല്ലാ സഹായങ്ങളും തേടി രക്ഷാപ്രവർത്തനം തുടരുമെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. മന്ത്രിമാരായ കെ രാജൻ, മുഹമ്മദ് റിയാസ്, ഒ.ആർ. കേളു എന്നിവരും ഉടനെ തിരിക്കും. മരണസംഖ്യ ഇനിയും ഉയരുമെന്ന ഭീതിയുണ്ട്. കേരളത്തിന്റെ പല ഭാഗത്തും മഴ ശക്തമാണ്. ഈ സാഹചര്യത്തിൽ കേരളത്തിലുടനീളം ജാഗ്രത തുടരേണ്ട സാഹചര്യമുണ്ട്. എയർലിഫ്റ്റിംഗ് അടക്കമുള്ള രക്ഷാപ്രവർത്തനങ്ങളിലേക്കാണ് നീങ്ങുന്നതെന്ന് മന്ത്രി കെ രാജൻ അറിയിച്ചു. എയർഫോഴ്സിന്റെ ALH Mi-17 ഹെലികോപ്റ്ററുകൾ പുറപ്പെട്ടിട്ടുണ്ട്. അധികം വൈകാതെ കൽപ്പറ്റ SKJM സ്കൂൾ ഗ്രൗണ്ടിലെത്തും. ഏരിയൽ വ്യൂ ലഭ്യമാക്കി എയർലിഫ്റ്റിംഗിന് സാധ്യമായ എല്ലാ ഭാഗത്തു നിന്നും പ്രവർത്തനങ്ങൾ നടത്തും. NDRFന്റെ ഒരു സംഘം ദുരന്ത ഭൂമിയിലുണ്ട്. 2 സംഘം കൂടി തിരിച്ചിട്ടുണ്ട്. ഡിഫൻസ് സെക്യൂരിറ്റി ടീമിന്റെ 2 സംഘവും പ്രദേശത്തേക്ക് തിരിച്ചിട്ടുണ്ട്. ഫയർഫോഴ്സിന്റെ ടീമുകളും എത്തുമെന്ന് മന്ത്രി അറിയിച്ചു. കണ്ണൂർ കന്റോൺമെന്റിൽ നിന്ന് കരസേനയുടെ 2 സംഘം കൂടി വയനാട്ടിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ദുരന്ത സ്ഥലത്തേക്ക് എത്താൻ സാധിക്കാത്ത സ്ഥിതിയാണ് നിലവിലുള്ളതെന്നും മന്ത്രി ഒ.ആർ. കേളു പറഞ്ഞു. ഒരു പാലം ഒലിച്ചുപോയത് രക്ഷാദൌത്യത്തിന് വെല്ലുവിളിയാവുകയാണ്. ജില്ലാ കളക്ടർ അടക്കം ഹെലികോപ്റ്റർ സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട്. സൈന്യവുമായി ബന്ധപ്പെട്ട് വരികയാണ്. രക്ഷാപ്രവർത്തനം സംബന്ധിച്ച എല്ലാ ശ്രമങ്ങളും അവലംബിച്ചു വരികയാണെന്നും മന്ത്രി പറഞ്ഞു. ദുരന്തത്തിന്റെ വ്യാപ്തി വ്യക്തമല്ലെന്നും സൈന്യത്തിന്റെയും NDRFന്റെയും അടക്കം സഹായം ആവശ്യമായി വരുമെന്നും മന്ത്രി എ.കെ. ശശീന്ദ്രനും പറഞ്ഞിട്ടുണ്ട്. കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. കൺട്രോൾ റൂം നമ്പറുകളും നൽകിയിട്ടുണ്ട്. പുലർച്ചെ 2 മണിയോടെ ആയിരുന്നു ഈ ഒരു അപകടം, ആദ്യത്തെ ഉരുൾപൊട്ടൽ ഉണ്ടായത്. പിന്നീട് 4:10 വീണ്ടും ഉരുൾപൊട്ടി. പ്രദേശത്ത് നിന്ന് മൃതദേഹം കണ്ടെത്തിയതായാണ് വിവരം. ചാലിയാറിലും മൃതദേഹങ്ങൾ ഒഴുകിയെത്തുന്നുണ്ട്. രക്ഷാപ്രവർത്തനത്തിന് 2 യൂണിറ്റ് സൈന്യമെത്തും. എയർലിഫ്റ്റ് സാധ്യത പരിശോധിക്കാൻ കുനൂരിൽ നിന്ന് 2 ഹെലികോപ്റ്റർ ഉടൻ ദുരന്ത സ്ഥലത്തെത്തും. നിലവിൽ അഗ്നിരക്ഷാസേന, സിവിൽ ഡിഫൻസ്, NDRF, ലോക്കൽ എമർജൻസി റെസ്പോൺസ് ടീം എന്നിവരുൾപ്പെടുന്ന 250 അംഗ സംഘമാണ് ചൂരൽ മലയിൽ രക്ഷാപ്രവർത്തനത്തിനുള്ളത്. NDRFന്റെ കൂടുതൽ ടീമിനെ സംഭവ സ്ഥലത്ത് എത്തിക്കാൻ നിർദ്ദേശം നൽകിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചിട്ടുണ്ട്. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ വയനാട്ടിലേക്കുള്ള KSRTC സർവീസ് അടക്കം നിർത്തിവെച്ചു. മുണ്ടക്കയിലുണ്ടായ ഉരുൾപൊട്ടലാണ് ഏറെ നാശനഷ്ടമുണ്ടായത്. മുണ്ടക്കയിൽ ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിച്ചിരുന്ന സ്കൂളിൽ, വീടുകളിലും കടകളിലും എല്ലാം വെള്ളവും അതുപോലെ തന്നെ ചെളിയും നിറഞ്ഞു. മേഖലയിൽ 400ഓളം കുടുംബങ്ങൾ ഒറ്റപ്പെട്ടതായാണ് വിവരം. നിരവധി വാഹനങ്ങൾ ഒഴുകിപ്പോയി. പ്രദേശത്തെ പ്രധാന റോഡും ചൂരൽമല ടൗണിലെ പാലവും തകർന്നതോടെ രക്ഷാപ്രവർത്തനം ദുഷ്കരമായി. മുണ്ടക്കൈ അട്ടമല പ്രദേശത്തേക്കുള്ള ഏക പാലമാണിത്. ഇവിടെ സൈന്യം താൽക്കാലിക പാലം നിർമ്മിക്കും.